ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി അറിയാവോ, ഒരു ബസ് സ്റ്റോപ്പ് കിട്ടണം, ആ ബസ് സ്റ്റോപ്പിൻ്റെ മൊത്തം ടോട്ടൽ കോസ്റ്റ് 10 ലക്ഷം രൂപയാണ് ചിന്തിക്കുക. ഈ 10 ലക്ഷം രൂപയുടെ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഒരു പാലം പണി തീരണമെങ്കിൽ സർക്കാർ 50 ലക്ഷം രൂപ അനുവദിക്കണം. 50 ലക്ഷം രൂപ അനുവദിച്ചാൽ മാത്രമേ ഈ 10 ലക്ഷം രൂപ നമുക്ക് സാധാരണക്കാരന് ഗുണമായിട്ട് ഗുണഭോക്താവിന് കിട്ടുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ? അത് ഞാൻ പറയാം. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. 25 ലക്ഷം രൂപ സർക്കാരിന്റെ നമ്മുടെ MLA-യുടെ വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ. പക്ഷെ ആ 25 ലക്ഷം രൂപയ്ക്ക് അടിപൊളി വീട് വെക്കാം. എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടതാണ്. 25 ലക്ഷം രൂപയുടെ ഒരു ബസ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ആ നാട്ടിലെ കൊച്ചു പയ്യന്മാർ ചേർന്ന് 5 ലക്ഷം രൂപ വിരിച്ചു അതിനേക്കാളും ഗംഭീരമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് പണിത് വെച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ, ഇത് എഞ്ചിനീയർക്ക് പൈസ കൊടുക്കണം, തഹസിൽദാർക്ക് പൈസ കൊടുക്കണം, അളവെടുക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, ഓഡിറ്റർക്ക് പൈസ കൊടുക്കണം, ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസർക്ക് പൈസ കൊടുക്കണം. ഇനി മന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങ് അറ്റം വരെയുള്ള എല്ലാവർക്കും മാമൂലുകൾ കൊടുത്താൽ മാത്രമേ പല കാര്യങ്ങളും ഈ നാട്ടിൽ നടപ്പാവുന്നുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം. നമ്മുടെ ശാപം അതാണ്. കാരണം എല്ലാവർക്കും പൈസ വേണം. അപ്പം 10 ലക്ഷം രൂപയുടെ സാധനത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചാൽ മാത്രമേ ആ കാര്യം ഒരു കോൺട്രാക്ടർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ. അത് മാറണം.